നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. പാനൂർ പന്ന്യന്നൂർ ശ്രീനിവാസിൽ താമസിക്കുന്ന അഷിജിത്തിന്റെയും രമ്യയുടെയും മകനും പന്ന്യന്നൂർ ഗവൺമെന്റ് LP സ്കൂളിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ദേവിക്ക് ചികിത്സാ സഹായം തേടുന്നു. അഡ്രിനാൽ ഗ്രന്ഥിയിൽ ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് MBR ഹോസ്പിറ്റലിൽ മാസങ്ങളായി ചികിത്സയിൽ കഴിയുകയാണ് ദേവിക്. പന്ന്യന്നൂർ ശ്രീനിവാസിൽ താമസിക്കുന്ന ഷീജിത്തിന്റെയും രമ്യയുടെയും മകനും പന്ന്യന്നൂർ ഗവൺമെന്റ് LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ദേവിക് ചികിത്സാ സഹായം തേടുന്നു. അഡ്രിനാൽ ഗ്രന്ഥിയിൽ ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് MBR ഹോസ്പിറ്റലിൽ മാസങ്ങളായി ചികിത്സയിൽ കഴിയുകയാണ് ദേവിക്. 1.5 കോടി രൂപയാണ് ചികിത്സക്ക് വേണ്ടത്. പന്ന്യന്നൂർ ഗവൺമെന്റ് LP സ്കൂളിൽ 4ാം തരത്തിൽ പഠിക്കുന്ന 9 വയസ്സ് മാത്രം പ്രായമുള്ള ദേവികിന് അഡ്രിനൽ ഗ്രന്ഥിയിൽ ക്യാൻസർ ബാധിച്ചതിൻ്റെ ഭാഗമായി മാസങ്ങളായി കോഴിക്കോട് MBRൽ ചികിത്സയിൽ കഴിയുകയാണ്. ന്യൂറോബ്ലാസ്റ്റോമ എന്ന് പറയുന്ന അതീവ ഗുരുതരമായ രോഗമാണ് ദേവികിനെ ബാധിച്ചിരിക്കുന്നത്. ദേവികിൻ്റെ രക്ഷിതാക്കൾക്ക് സ്ഥിരമായ ജോലിയോ വരുമാനമോ ഇല്ലാത്ത ഒരു കുടുംബമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ ഒന്നാകെ ദേവികിൻ്റെ കുടുംബത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നുചേർന്നുകൊണ്ട് പന്ന്യന്നൂർ രൂപീകരിച്ച ദേവിക് ചികിത്സാ സഹായ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് ശേഖരണം ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ 80 ലക്ഷത്തോളം കിട്ടിയിട്ടുണ്ട്. സ്ഥിരമായ തൊഴിലോ വരുമാനമോ ഇല്ലാത്ത കുടുംബത്തിന് താങ്ങാനാവാത്ത സാഹചര്യത്തിൽ ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ നാട്ടുകാർ യോഗം ചേർന്ന് ചികിത്സാ കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സഹായ കമ്മിറ്റി ചെയർമാൻ PTK പ്രേമൻ മാസ്റ്റർ, ജനറൽ കൺവീനർ ബൈജു ഭാസ്കർ, സനിൽ പറമ്പത്ത്, MK റഫീഖ്, ലിജേഷ് CK എന്നിവർ പങ്കെടുത്തു. സമഗ്ര ന്യൂസ്, തലശ്ശേരി.